ആരംഭത്തിൽ സൂസിയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് അമ്മ പഠിക്കുന്ന സ്കൂൾ കാലഘട്ടത്തിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ ഒരാളോട് സംസാരിക്കുന്നത് കാണുകയാണ്. ആ ഒരാളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അയാളുടെ തോളിൽ ഒരു അടയാളം കാണുന്നു. അതിനർത്ഥം എനിക്ക് ജന്മം നൽകിയ ഇത് എൻ്റെ അച്ഛനാണ് അദ്ദേഹമെന്ന് ഒരു ഡൗട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ അമ്മയോടൊപ്പമാണ് അവൾ ഫ്യൂച്ചറിൽ താമസിക്കുന്നത്. അവൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകണമെന്ന് ഒരു വലിയ ആഗ്രഹം വരുമ്പോൾ അവളുടെ അമ്മയുടെ പ്രിയപ്പെട്ട സ്വർണ്ണ മെഡൽ ചെയിൻ അവൾക്ക് നൽകി. ഇത് വിറ്റാൽ കുറച്ച് പണം കിട്ടും, ബാക്കിയൊപ്പിച്ചാൽ പോരെന്ന് പറയുമ്പോൾ അതിന് അവൾ സമ്മതിക്കുന്നില്ല. കാരണം ആ ഗോൾഡ് മെഡൽ അമ്മയ്ക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവൾക്ക് നല്ലോണം അറിയാം. സോ അവൾ തിരിച്ചു കൊടുക്കുമ്പോൾ എല്ലാത്തിനുപരി നീ എൻ്റെ പ്രിയപ്പെട്ട മകളാണ്, പിന്നെ എങ്ങനെ വിഷമം തോന്നും എന്ന് കേട്ടതും സൂസി വളരെ ദേഷ്യപ്പെട്ട് അവരെ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോഴാണ് മുന്നിൽ നിന്നൊരു കാറ് അവളെ ഇടിക്കുന്നത് കാണുന്നത്. അത് കണ്ട അമ്മയും അവളെ രക്ഷിക്കാൻ പോയെങ്കിലും ആ അപകടത്തിൽ അമ്മയും പെട്ടുമരിക്കുന്നു. അങ്ങനെയാണ് സൂസി ഇപ്പോൾ അമ്മയുടെ കാലഘട്ടത്തിൽ പുനർജനിച്ചതായി അവൾ തിരിച്ചറിഞ്ഞത്. അതിനാൽ ഈ വീണ് കിട്ടിയ അവസരത്തിൽ അമ്മയുടെ ദുരണമായ വിധി മാറ്റാനുള്ള ദൃഢനിശ്ചയമെടുത്തു. ആദ്യപടി ഭാര്യയും മകളെയും ഉപേക്ഷിച്ച ഈ മനുഷ്യൻ നിന്ന് അമ്മയെ അകറ്റുക എന്നതാണ്. അവളുടെ അച്ഛനാണെങ്കിൽ പണ്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തിയാണ്. ഭാവി കാലത്ത് നല്ലോണം നോക്കിയിട്ടോലില്ല. ആ ഒരു ദേഷ്യത്തിൽ സൂസി അവിടെയുണ്ടായ പൈപ്പ് എടുത്ത് അവളുടെ അച്ഛൻ്റെ മേൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ജിയാങ് അവളെ തിരിഞ്ഞു നോക്കി വെള്ളം തടുത്തു നിർത്തി. പൈപ്പ് പിടിച്ചു വലിക്കുമ്പോൾ അബദ്ധത്തിൽ രണ്ടുപേരും നിലത്ത് വീഴുന്നു. ശേഷം അവർ രണ്ടുപേരും വേഗം എഴുന്നേൽക്കുന്നു. സൂസി വേഗം അമ്മയായ സോങ്ങിൻ്റെ അടുത്തേക്ക് പോയി വേറെ കുഴപ്പം പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു. ജിയാങ് ദേഷ്യപ്പെട്ട് ഷർട്ടൊക്കെ ഊരി മാറ്റി. നോക്കുമ്പോൾ അത് പകുതിയോളം കീറിപ്പോയി. അമ്മൊന്ന് രക്ഷ നേടാൻ വേണ്ടി തന്നെ കെമിസ്ട്രി ക്ലാസ്സിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ലാബിൽ വന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ലാബിലുണ്ടായ മിക്ക വസ്തുക്കളും ജിയാങ്ങാണ് കൊണ്ടുവന്നത്. അതൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ വടി കമ്പി കാണുന്നു. സോസി ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ വടിയെടുത്ത് തന്നെ. ഇപ്പോൾ ആ വടി പണിയാകുമല്ലോ എന്ന് പേടിച്ചോടുമ്പോൾ അവളുടെ അച്ഛൻ പിടിച്ചു നിർത്തി. ആ വടി വെച്ച് അടിക്കാനായി പോയതും പെട്ടെന്ന് ടീച്ചർ എന്ന സൗണ്ട് കേട്ടു മൂവരും മേശയുടെ പിന്നിൽ ഓടിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ടീച്ചർക്ക് സംശയം തോന്നുകയും അവർ ഉള്ള ഇടത്തേക്ക് വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ സൂസി സോങ്ങിനോട് പറയുന്നുണ്ട്, നോക്കൂ, ടീച്ചർ വന്നാൽ മൂവരും പിടിക്കപ്പെടും. പക്ഷേ ജിയാങ്ങിനെ കണ്ടാൽ ഇതിൽ വലിയ പ്രശ്നമായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഞാൻ പോകാം. രണ്ടുപേരും ഇവിടെ ഒളിച്ചിരിക്കുന്നതാണ് നല്ലത്. ശിക്ഷ ഞാൻ തന്നെ ഏറ്റെടുക്കാം. നിങ്ങളെ ശിക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേൾക്കുമ്പോൾ അവളുടെ അച്ഛൻ സൂസി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു. ടീച്ചർ ജിയാങ്ങിനെ കണ്ടതും ദേഷ്യപ്പെട്ട് ഓഫീസിലേക്ക് വരാനായി പറയുന്നു. ജിയാങ് എഴുന്നേറ്റതിനാൽ അവരും കുടുങ്ങിയില്ല. എന്നാൽ അവളുടെ അച്ഛൻ അവരെ രക്ഷിക്കുമ്പോൾ സൂസി കരുതുന്നത് അവളുടെ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്താൽ താനൊരു ഹീറോ ആകുമെന്നാണ്. പിന്നെ അവളും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാനും ഇവിടെയുണ്ട്. അപ്പോൾ ടീച്ചർ അവർ രണ്ടുപേരെയും ഓഫീസിലേക്ക് കൊണ്ടുപോയി പറയുകയാണ്, ലാബിലെ കീ മോഷ്ടിച്ച ഒരു പെണ്ണുമാണും എന്തു ചെയ്യുകയായിരുന്നു. പണിഷ്മെന്റിന് പകരം അവരോട് 1000 വാക്കുകൾ ഒരു കുറിപ്പ് എഴുതിക്കൊണ്ടുവരാനായി പറഞ്ഞു. എന്നാൽ ജിയാങ്ങോ തന്നെയും കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ടീച്ചറെ ധിക്കരിച്ചിറങ്ങി. സൂസിയുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസമായതിനാൽ ടീച്ചർ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചു കൊണ്ടുവരാനായി പറഞ്ഞു. ഇവളുടെ അമ്മ ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻ്റ് ആയതിനാൽ അവൾ തൻ്റെ അമ്മയ്ക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ അച്ഛനെ കൊണ്ടുവരാനായി ടീച്ചർ പറയുമ്പോൾ അപ്പോൾ സൂസിക്ക് അച്ഛനില്ലെന്ന് പറയുന്നു. അന്നേരം സൂസി തൻ്റെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അവൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഏതോ പയ്യനുമായി തർക്കമുണ്ടാക്കി അടിവരെത്തി. ആ പയ്യൻ്റെ അച്ഛൻ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ അന്ന് അവളെ സഹായിക്കാൻ അവളുടെ അച്ഛൻ പോലും ഉണ്ടായില്ല. അതിനാൽ ടീച്ചർ എല്ലാ കുറ്റവും സൂസിയുടെ മേൽ ചുമത്തി. ഇതെല്ലാം ഓർക്കുമ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. ഇവിടെ ആ ടീച്ചർ അവളുടെ മേൽ കുറ്റമിട്ട് അവളെ അടിക്കാനായി വടി പൊക്കിയതും ജിയാങ് വന്ന് ടീച്ചറുടെ വടി തടഞ്ഞു നിർത്തി. ലാബ് പൊട്ടിച്ചതൊക്കെ താനാണെന്ന് പറഞ്ഞ് അയാൾ കുറ്റമേറ്റെടുക്കുന്നു. അതവിടെ തെറ്റല്ല, അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തരുത്. അപ്പോഴാണ് സോങ് വന്ന് ടീച്ചറോട് പറയുന്നത്, എല്ലാം എൻ്റെ തെറ്റാണ്, അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തുന്നു. ഒരു പരിധിയിലും അവളുടെ അച്ഛനെ ഹീറോ ആകാൻ അവൾ ഒട്ടും ആഗ്രഹിച്ചില്ല. അതിനാൽ ആരാണ് തെറ്റുകാർ എന്ന് വ്യക്തമായി കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ടീച്ചർ മൂവരും ക്ലാസ്സിന് പുറത്ത് കൈ ഉയർത്തി നിർത്തിച്ച്. ആ ഒരു നീക്കൽക്കാരന് സൂസി അമ്മയും കൂട്ടായി. 18 വയസ്സുള്ള തൻ്റെ അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് അതിയായ സന്തോഷമാണ്. അവളുടെ അമ്മ കാരണമാണ് ഇവർ രണ്ടുപേരും ശിക്ഷ ലഭിച്ചതിനാൽ അവർ മൂവരും ഒറ്റ സുഹൃത്തുക്കളായി മാറുമ്പോൾ അവളുടെ അച്ഛൻ ഇത് പണത്തിന് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ പുറത്തു നിൽക്കുന്നതിനാൽ ഓരോ ക്ലാസ്സിലെ പിള്ളേരും സൂസിയെ തന്നെ നോക്കിയായിരിക്കും നിൽക്കുക. അതും ഇതും പറയുമ്പോൾ അവൾക്ക് എന്തോ പോലെ ആവുന്നു.
അമ്മയുടെയും അച്ഛൻ്റെയും നിപ്പ് കാണുമ്പോൾ അവർക്കിത് സർവ്വസാധാരണ പോലെയാണ്. അതിനാൽ ജിയാങ്ങിന്റെ തൊപ്പിയെടുത്തിട്ട് നാണമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഒരു ഹീറോ ആകാൻ നോക്കിയതെന്ന് പറഞ്ഞ് അവളുടെ തലയിൽ വെക്കുന്നു. അമ്മയെ സംരക്ഷിക്കണം എന്ന് മാത്രമേ തോന്നുള്ളൂ എന്നവൾ മനസ്സിൽ പറയുകയാണ്. സൂസി കുട്ടിയായിരുന്ന സമയത്തായിരുന്നു അവളുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയത്. അതിനാൽ അവൾക്ക് അച്ഛൻ്റെ മുഖം തന്നെ ഒട്ടും ഓർമ്മയില്ല. എന്തിനാണ് അച്ഛൻ എന്നെയും അമ്മയും ഉപേക്ഷിച്ചത് എന്ന് ചിന്തിച്ചവൾ ജിയാങ്ങിനെ നോക്കി. ശേഷം ജിയാങ് അവൻ്റെ ഫ്രണ്ട്സിനൊപ്പം നടന്ന കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ ഫ്രണ്ട് പറയുന്നത് അവൾക്ക് അവനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ്. ഇവിടെ അവർ ഒരു പോസ്റ്റർ നോക്കി കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു വെടിക്കെട്ട് മത്സരത്തിൽ പങ്കെടുത്താൽ ജോലി ഉറപ്പാണ്. പക്ഷേ ഡിസൈൻ ഡ്രാഫ്റ്റുകൾ വരയ്ക്കാൻ കഴിയുന്ന ഒരാളെ വേണം. അതെവിടെ പോയി കണ്ടെത്തുമെന്ന് പറഞ്ഞ് അമ്മ വിഷമിക്കുമ്പോൾ സൂസി അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം എന്ന് പറയുന്നു. അപ്പോൾ സൂസി ജിയാങ്ങുമായിട്ടുള്ള അമ്മയുടെ കൂട്ടുകെട്ട് ഇന്നത്തോടെ അവസാനിപ്പിക്കാനായി പറയുന്നു. അവൻ ഇപ്പോൾ ഉപദ്രവിക്കുന്നില്ലെങ്കിലും അവനെപ്പോലെ ഒരാൾ ഭാവിയിൽ നിന്നെ ഉപദ്രവിച്ചേക്കാം. അതുകൊണ്ടാണ് ഇത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. അപ്പോഴാണ് ജിയാങ് എത്തുന്നത്. ഇതെല്ലാം കേട്ട ജിയാങ് സൂസിയെ അവളോട് സംസാരിക്കാനായി മാറ്റി നിർത്തി. നീ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോഴേക്ക് സൂസി അവനെ തള്ളി മാറ്റി. സോങ്ങിൻ്റെ അടുത്തേ പോലും പോകരുത്. അവളുടെ അമ്മ ചെയ്യുന്ന ഓരോ കാര്യം സൂസി അറിഞ്ഞിട്ടാണ് ചെയ്തതെന്ന് കരുതി. പക്ഷെ അവൻ വേറെ കാര്യം പറയാനായിരിക്കും വന്നത്. ശേഷം ഇതുവരെ ക്ലാസ്സിൽ പോലും കയറാത്ത ജിയാങ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഷോക്കാവുകയാണ്. നേരെ പോയിരിക്കുന്നത് സൂസിയുടെ പിന്നിലാണ്. അതും അവളെ ശല്യപ്പെടുത്താനായി. സോങ് അതായത് അവളുടെ അമ്മയുടെ അടുത്ത് വിടാതിരിക്കാനായി അവൾ അതൊക്കെ സഹിച്ചിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ബന്ധം വീണ്ടും ആരംഭിക്കും. പിന്നെ രാത്രി സൂസി സോങ്ങിനൊപ്പം ഉത്സവപ്പറമ്പിൽ വെടിക്കെട്ട് കാണാനായി എത്തുകയാണ്. എന്നാൽ ജിയാങ് അവരെ പിന്തുടർന്ന് പിന്നാലെ തന്നെ കാണും. അത് കണ്ട സൂസി പറയുന്നു, എന്താണ് കാര്യം? കുറെ നേരമായാലോ പിന്നാലെ കൂടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛന് ബോറടിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാനും കൂടെ വന്നതെന്ന്. എന്നാൽ അവർ പോകുന്ന വഴി സൂസി ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അവളുടെ അമ്മയ്ക്ക് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അധികം പടക്കമൊന്നും കത്തിക്കാറില്ല. സോ അവളുടെ അച്ഛൻ കമ്പിത്തിരി നൽകി, നിനക്ക് വല്ല വിഷുണ്ടെങ്കിൽ അത് കത്തിച്ചോളൂ എന്ന് പറഞ്ഞ് മൂവരും ഒരുമിച്ച് കമ്പിത്തിരി കത്തിക്കുകയാണ്. ആ സമയത്ത് അവളുടെ അമ്മയുടെ സന്തോഷം കാണുമ്പോൾ 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഇങ്ങനൊന്നും സങ്കല്പിച്ചിരുന്നില്ല. എനിക്ക് കിട്ടിയ ഈ ഒരു ചെറിയ നിമിഷം അമ്മയുടെ ഈ ഒരു സന്തോഷം കാണാനുള്ള കഴിവ് കിട്ടില്ലോ എന്നാലോചിക്കുന്നു. അപ്പോൾ സൂസി സോങ്ങിനോട് ഫയർ വർക്കിനെ എന്തിനാണ് ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് ചോദിക്കുന്നു. ആകാശത്തിലെ തീയിലേക്ക് നോക്കി തൻ്റെ മുത്തശ്ശൻ പടക്കങ്ങൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധനാണ്. പിന്നീട് അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. അങ്ങനെ സോങ് തൻ്റെ മുത്തശ്ശൻ്റെ ആഗ്രഹം നിറവേറ്റാനാണ് വെടിക്കെട്ട് മത്സരത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്ക് ഫയർ വർക്ക് ഇത്രയധികം ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ സൂസിക്ക് സന്തോഷമായി. കുറഞ്ഞത് ഇനി ഈ ജന്മത്തിൽ ഞാൻ എൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കും. അപ്പോൾ അവൾ കാണുന്നത് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന ജിയാങ്ങിനാണ്. അപ്പോൾ സൂസി വല്ല തന്ത്രം വല്ലതും മെനയാൻ പ്രാർത്ഥിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നത്, എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നും അവരോടൊപ്പം ഒരു സാധാരണ ജീവിതം നയിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെടിക്കെട്ട് കാണുമ്പോൾ നടത്തുന്ന ഏതൊരു ആഗ്രഹം സഫലമാകും ഉള്ളതുകൊണ്ടാണ് ജിയാങ് പറഞ്ഞത്. പിന്നെ വെടിക്കെട്ട് ആരംഭിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. പടക്കങ്ങളുടെ എയർ ഹൗസ് കത്തിച്ച് നാശമായി. ഒരു വിദ്യാർത്ഥിനി അതിനുള്ളിൽ കുടുങ്ങി. അതിനുള്ളിൽ അവിടെ അമ്മയും കുടുങ്ങിയിട്ടുണ്ടാകും. അതറിയുന്ന സൂസി അമ്മയെ രക്ഷിക്കാനായി പോയപ്പോൾ താഴെ വീഴുന്നു. അപ്പോഴാണ് ജിയാങ് അവളെ പിടിക്കാനായി വരുന്നത്. പെട്ടെന്ന് ദേഷ്യം വന്ന സൂസി, ഞങ്ങൾക്ക് നിങ്ങളെ എപ്പോഴും ആവശ്യമുള്ളപ്പോൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ജിയാങ്ങിന് അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്നും മനസ്സിലാവുന്നില്ല. അവളുടെ അച്ഛൻ അവരെ വിട്ടിട്ട് പോയപ്പോൾ പലരും അവളെയും അമ്മയും ഓരോ ചോദ്യം ചിഹ്നമായി ഒരു സ്ത്രീക്ക് എങ്ങനെ മകളെ പരിപാലിക്കാൻ കഴിയും എന്നൊക്കെ സംസാരിച്ചിരുന്നു. സൂസി ജിയാങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൾ കാൽ വഴുതി വീഴുന്നു. തുടർന്ന് സൂസി മരിച്ചതിന് ശേഷം അവൾ വർത്തമാനകാലത്തേക്ക് മടങ്ങുകയാണ്. കണ്ണു തുറക്കുമ്പോൾ അവൾ ജീവനോടുണ്ടെന്ന് കണ്ടെത്തുന്നു. പക്ഷേ അവളുടെ അമ്മ വഴിയിൽ മരിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും തലയ്ക്ക് ഗുരുതരമായ പരുക്കുള്ളതിനാൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസം അങ്ങനെ പോയി. അവൾ വീടെല്ലാം ക്ലീനാക്കുന്നിടയിൽ പിറന്നാൾ ആഘോഷിക്കാനായി അവൾ അമ്മയോടൊപ്പം കേക്ക് വാങ്ങാൻ പോയ കാര്യം ഓർക്കുന്നു. ശേഷം അവളുടെ കഴുത്തിലുണ്ടായി നാണയം നോക്കി അവൾക്ക് മാത്രമേ സമയത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയിട്ടുള്ളൂ. ആ ഒരു അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് അമ്മ ഉണ്ടായിരുന്നേനെ എന്ന് സൂസി ചിന്തിക്കുന്നു. അപ്പോൾ എല്ലാം സംഭവിക്കുന്നത് ഞാൻ തടഞ്ഞാൽ സൂസി അമ്മയുടെ ഡയറി പിടിച്ചുകൊണ്ട് ജനാലിലൂടെ പുറത്തേക്ക് ചാടാനായി തീരുമാനിച്ചു. അവൾക്ക് പാസ്റ്റിലേക്ക് തിരികെ പോകാം. തുടർന്ന് സൂസി കണ്ണു തുറക്കുമ്പോൾ അവൾ പഴയ കാലത്തേക്ക് മടങ്ങിയെത്തുകയാണ്. അവർ ഇപ്പോൾ വെടിപ്പടക്കം കാണാൻ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടാകാനുള്ള അപകടം തടയാൻ അവളെ കൊണ്ട് സാധിക്കും. സോ വേഗത്തിൽ പോകുന്നു. അവിടെ എത്തുമ്പോൾ വെയർ ഹൗസിലെത്തി തൊഴിലാളികൾ എല്ലാ ഫയർ വാക്സ് സാധനങ്ങളും മോഷ്ടിക്കുന്നത് കാണുകയും അത് തടയാൻ ശ്രമിക്കുമ്പോൾ
അയാളുടെ ആൾക്കാരെയും കൊണ്ട് അവളെ പിടിച്ചു പുറത്താക്കി. അന്നേരം പുറത്തുനിന്ന് ഫയർ അലാറം മുഴങ്ങുന്നത് കേട്ട് 3 പേരും പേടിച്ചു പോയി. അവർ പോയതിന് പിന്നാലെ സൂയി എന്ന പയ്യൻ ഗോഡൌണിൽ കയറി അവരെ പറഞ്ഞയക്കാൻ വേണ്ടിയാണ് താൻ ഫയർ അലാറം അടിച്ചെന്ന് അവരോട് പറയുന്നു. ജിയാങ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവരങ്ങനെ സംസാരിച്ച് നിൽക്കവേ അവരുടെ അമ്മയുടെ സൗണ്ട് കേട്ട് നടുവിലത്തെ പെട്ടിയിൽ ഒളിച്ചിരിക്കുകയാണ്. സൂയെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകുകയും ക്ലാസ് ലീഡറോ എന്ന് പറയുന്നു. ശേഷം വെടിക്കെട്ട് പൊട്ടിച്ചാൽ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടാകുന്നത്. നിരവധി ആൾക്കാർക്ക് പരിക്കേൽക്കും എന്ന് അവരുടെ സംസാരത്തിൽ കേട്ടെന്ന് അമ്മ പറയുന്നു. എന്നാൽ ഇവിടെ വെടിക്കെട്ട് കാണാൻ ഒരുപാട് ജനങ്ങളാണ് വന്നിരിക്കുന്നത്. സോ ആ ഒരു അപകടം തടയാൻ അവർ 4 പേരും ചേർന്ന് സുരക്ഷാ ജീവനക്കാരെ പോലെ വാട്ടർ ടാങ്കിലെ പൈപ്പ് എടുത്ത് ആ പടക്കം മൊത്തം നനച്ച് 4 പേരും ആരുടെയും കണ്ണിൽ പെടാതെ ഓടി. എല്ലാ പരിപാടി കഴിഞ്ഞ് 4 പേരും പോകുമ്പോൾ അവളുടെ അമ്മ സോസിയോട് സംസാരിക്കുന്നിടയിൽ അവർ പരസ്പരം സംസാരിക്കുമ്പോൾ സോയും ജിയാങ്ങും പരസ്പരം തർക്കിക്കാനായി തുടങ്ങുന്നു. സോങ് അവരെ വഴക്കിൽ നിന്ന് തടഞ്ഞു. നിങ്ങൾ പണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലേ, പിന്നെന്താണ് ഇങ്ങനെ വഴക്കിടുന്നത്? ഇതൊക്കെ കാണുമ്പോൾ സൂസിയുടെ കയ്യിൽ അമ്മയുടെ ഡയറി കാണും. അത് തുറക്കുമ്പോൾ അപകടത്തെക്കുറിച്ച് അമ്മ എഴുതിയതെല്ലാം പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ് അവൾ കാണുകയാണ്. സൂസി കരയുന്നത് കണ്ട് ജിയാങ്ങും അവിടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു, എന്തിനാണ് നീ ഇപ്പോൾ കരയുന്നത്? അത് കണ്ട അവളുടെ അമ്മയും വന്ന് വേഗം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. സൂസിക്കും അതൊരു ആശ്വാസമായിരുന്നു. അപ്പോഴാണ് സൂസി ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. അവളുടെ അച്ഛനാണെന്ന് കരുതിയ ജിയാങ്ങിന്റെ തോളിൽ ഒരു പാടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കാണുന്നില്ല. ഇതിനർത്ഥം ഇതെന്റെ അച്ഛനല്ല എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് ജിയാങ്ങിന്റെ കരണ നോക്കി ഒന്ന് പൊട്ടിച്ചതും അവനൊന്നും മിണ്ടില്ല. സൂസിയോട് പൊക്കോളാനായി പറഞ്ഞു. അത് മറ്റാരുമല്ല, ജിയാങ്ങിന്റെ വളർത്തമ്മയാണ്. അവനെ ശകാരിക്കാനായി വന്നതാണ്. വെടിക്കെട്ടിൽ അവന്റെ അച്ഛൻ അതിൽ ധാരാളം പണം നിക്ഷേപിച്ചതിനാൽ അത് തടഞ്ഞതിന് അവർക്ക് നഷ്ടമാണ് സംഭവിച്ചത്. അതിനാണ് അവർ അവനെ അടിക്കാനായി വന്നത്. അവർ അവനെ സ്വന്തം മകനായിട്ട് പോലും കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിലെ അംഗമല്ല എന്നാണ് പറയുന്നത്. അവർ ഏറെക്കുറെ ജിയാങ്ങിനെ അങ്ങ് വിഷമിപ്പിച്ചിട്ട് പോകുന്നു. അവർ ചെറുതായിരിക്കുമ്പോൾ ഒരു ഗോഡൌണിൽ കുടുങ്ങി പെട്ടികൾ അവന്റെ മേൽ വീഴാൻ പോയപ്പോൾ ഒരാൾ അവന്റെ മേൽ വീഴാതെ തടഞ്ഞു. അപ്പോഴാണ് അയാളുടെ കഴുത്തിലുണ്ടായ ഒരു മാല കണ്ടത്. അതൊരു മാലയായിരുന്നു. സഞ്ചരിച്ച ഭൂതകാലത്തിലേക്ക് എത്തിയപ്പോൾ അവന് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു. അവന്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ജിയാങ്ങിന് 20 വർഷം മുമ്പുള്ള അവന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടെത്തിയത്. അവന്റെ മുഖം കണ്ടതും മുത്തശ്ശന് മകന്റെ അതേ മുഖച്ചായമുള്ള കുട്ടിയാണെന്ന് കാണുകയും തുടർന്ന് ധാരാളം മുത്തശ്ശിയുമായി വഴക്കുണ്ടാക്കുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ നാണയം ഒരു തൊപ്പിയുമാണുള്ളത്. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ജിയാങ് അവിടെ തന്നെ ഇരുന്നു. സൂസി അന്നേരം ഒരു കാർഡ്ബോർഡ് എടുത്ത് അവന്റെ തലയിൽ വെക്കുന്നു. അപ്പോൾ ജിയാങ് അവളോട്, ഞാൻ എൻ്റെ കുടുംബത്തിലെ വെറുമൊരു ജാരസന്തതിയാണ്. നിനക്കറിയാമോ, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല. നിനക്കൊരു ഭാവി ഉണ്ടെങ്കിൽ എന്നോട് സഹതാപം തോന്നേണ്ടതില്ല. സൂസി ഞെട്ടി. ആരാണ് നിന്നോട് സഹതാപം കാണിക്കുന്നതെന്ന് ചോദിച്ചു. അവൾ കാരണം അമ്മ ഒരു റോഡ് അപകടത്തിൽ മരിച്ചെന്ന് അവൾ ഓർക്കുകയാണ്. എല്ലാം ഓർത്തവൾ അസ്വസ്ഥയാവുകയും കരയുമ്പോൾ ജിയാങ് അവളെ ആശ്വസിക്കുകയും ചെയ്യുന്നു. നീ ആരാണെങ്കിലും കുറഞ്ഞപക്ഷം നിന്റെ ജീവിതമെങ്കിലും എൻ്റെതിനേക്കാൾ എത്ര മികച്ചതായിരിക്കും. അതുകൊണ്ട് നിന്നെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കരുത്. ഒന്നും ആലോചിക്കേണ്ട. അവൾ കരയുന്നത് കണ്ട് ജിയാങ് ഉടനെ തന്നെ അവളെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും ആ മഴയത്ത് ആ കാർബോർഡിൽ ചാരിയിരിക്കുകയാണ്. ശേഷം ജിയാങ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സോസിക്ക് അത്യാവശ്യ സാധനങ്ങൾ കൊടുത്തവൻ സോഫയിൽ പോയി കിടന്നു. അവൾക്കാണെങ്കിൽ ആരാണ് തൻ്റെ അച്ഛനെന്ന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അതിനാൽ ജിയാങ് ഒഴികെയുള്ള മറ്റെല്ലാവരുടെയും തോളിൽ പാട് കാണാൻ ബോയ്സിൻ്റെ ബാത്റൂമിൽ പോകുന്നു. ക്ഷമിക്കണം, ഞാൻ അബദ്ധത്തിൽ ഇവിടെ വന്നതാണെന്ന് പറഞ്ഞ് നടിക്കുകയും കണ്ണുകൾ അടയ്ക്കുന്നതായി നടിക്കുമ്പോൾ ചെയ്യുമ്പോൾ ജിയാങ് അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് മുഖം മറിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് ചെയ്യുന്നത്? അവൾക്കൊന്നും കണ്ണെ കാണാൻ പോലും കഴിയുന്നില്ല. അപ്പോഴേക്കും സൂയി വരുമ്പോൾ നമുക്കൊരുമിച്ച് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകാം എന്ന് പറഞ്ഞ് സോസി സൂയെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി സൂയായിരിക്കും തൻ്റെ അച്ഛനെന്ന് കരുതി ആ പാട് കാണാൻ അവൾ മനഃപൂർവ്വം സൂയുടെ അടുത്തേക്ക് വന്ന് വെള്ളം കൊടുക്കുന്നത് പോലെ അവൻ്റെ മേൽ വെള്ളം വീഴ്ത്താനായിട്ട് വരുന്നു. വെള്ളം വീണാൽ വസ്ത്രം മാറാൻ പോകേണ്ടി വരും. അവൻ പോകുമ്പോൾ അവൻ്റെ തോളിലെ അടയാളം കാണാം. പക്ഷെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ജിയാങ് വന്ന് ആ കുപ്പിയെ അവളിൽ നിന്ന് വാങ്ങുന്നു. നേരെ മറിച്ച് അവൻ ജിയാങ്ങിനെ വെല്ലുവിളിക്കുകയാണ് തന്നോടൊപ്പം ഒരു മത്സരം കളിക്കാനായി. പിന്നെ മത്സരം തുടങ്ങുന്നതിന് മുന്നേ ആരവരുടെ പക്ഷത്താണെന്ന് കാണാൻ എല്ലാവരോടും വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജിയാങ് സൂസിയുടെ പക്ഷത്താണ്. അവൻ അടുത്തു വന്ന് അവളോട് ചോദിച്ചു, നീ എൻ്റെ പക്ഷത്താണോ അല്ലയോ? ഞാൻ ജയിച്ചാൽ നിനക്ക് സന്തോഷമാകുമോ? അവൾ അതെന്ന് പറയുന്നു.
പിന്നെ അതേസമയം താൻ സ്വപ്നം കണ്ടിരുന്ന മത്സരമാണെന്ന് കരുതി സൂസി ഒരു ബാസ്കറ്റ് ബോൾ മത്സരം കാണുന്നു. അമ്മ ഇക്കാര്യമെല്ലാം ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവൾ കരുതുന്നു, എൻ്റെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഡയറിയിൽ എഴുതിയിട്ടുണ്ടെന്ന്. ജിയാങ് ആയിരിക്കും മത്സരത്തിൽ ജയിക്കുക. ആ സമയത്ത് സൂയിയുടെ കാൽ വേദനിച്ചതിനാൽ ആ അവസരം നോക്കി അവൾ ആ പാട് നോക്കുന്നു. സൂയിക്ക് വേദന കൂടുന്നത് കൊണ്ട് തന്നെ അവനെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. ജിയാങ് മാത്രം ഒറ്റയ്ക്കായി. അന്നേരം അവൻ്റെ കയ്യിലും പരുക്ക് പറ്റിയായിരുന്നു. അതാരും കണ്ടതേയില്ല. സൂയാണെങ്കിൽ ടെൻഷൻ അടിച്ചായിരിക്കും നിൽക്കുക. അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് പറഞ്ഞു, ജിയാങ്ങുമായി നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ ദയവായി എനിക്ക് വേണ്ടി ഈ സമ്മാനം അവന് നൽകുമെന്ന് പറഞ്ഞു. സൂസി അതുമായി ക്ലാസ്സിലെത്തിയതും ജിയാങ് തല താഴ്ത്തിയിരിക്കുന്നത് അവൾ കാണുന്നു. അവൻ്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി. അവൾ ബാൻഡേജ് ആയിട്ടായിരിക്കും വരിക. ബാൻഡേജ് ധരിച്ചതും ജിയാങ്ങിന് സന്തോഷമായി. എന്നിട്ട് ആ പെൺകുട്ടി കൊടുത്ത ഗിഫ്റ്റ് അവന് നൽകി. ഇത് കേട്ടപ്പോൾ ജിയാങ്ങിന് ദേഷ്യം വരുന്നു. മറ്റുള്ളവർ എനിക്കിതുപോലെ തരുമ്പോൾ നീ ഇതുപോലെയുള്ള സമ്മാനം എനിക്ക് തന്നിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ആജ്ഞകൾ ഇതുപോലെ കേൾക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ? അവൾ പറയുന്നു. നീയും എനിക്ക് ആജ്ഞകൾ തന്നുകൊണ്ടിരിക്കൂ. ഇതിൽ ജിയാങ്ങിന് ദേഷ്യം വരികയാണ്. ഉടനെ തന്നെ ബാഗുമായി പോകാൻ തുടങ്ങി. പിറ്റേന്ന് ആ പെൺകുട്ടി വന്ന് ജിയാങ്ങിനെയും കൂട്ടി ഫിലിം കാണാൻ വരുന്നുണ്ടെന്ന് ചോദിച്ചു. സൂസി തന്നെ തടയാൻ വരുമെന്ന പ്രതീക്ഷയിൽ അവളെ നോക്കുമ്പോൾ അവളാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. സോ അവൻ ആ പെൺകുട്ടിക്കൊപ്പം പോയി. അവൻ പോകുമ്പോഴാണ് സൂസി നോക്കുന്നത്. അന്ന് രാത്രി സൂസി പാർസൽ വന്നത് കൊണ്ട് തന്നെ സ്കൂളിലായിരിക്കും കിടക്കുക. അപ്പോൾ പുറത്തു നിന്ന് ആര് വരുന്ന സൗണ്ട് കേൾക്കുന്നു. രാത്രി ഇത്രയും ആയല്ലോ. പക്ഷെ അപ്പോഴാണ് അവൾ കാണുന്നത് അവളുടെ അമ്മയായ സോങ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അവൾ സൂസിയോട് പറഞ്ഞു അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്നും ഇന്ന് രാത്രി ഇവിടെ താമസിച്ചോട്ടെന്ന്. സൂസി അവിടെ വെച്ച് കാണുമ്പോൾ നീ എന്തായി ഇവിടെ കിടക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വീടില്ലെന്ന് പറയുകയാണ്. അത് കേട്ട അവളുടെ അമ്മ എന്നാ പിന്നെ നീ എൻ്റെ ഒപ്പം വാ, നമുക്ക് എൻ്റെ വീട്ടിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞ് അവൾ രണ്ടുപേരും കൈപ്പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ വഴിയിൽ സൂസിയും സോങ്ങും നടന്നു വരുമ്പോൾ അവർ ജിയാങ്ങിനെ കൊണ്ടുപോയി പെൺകുട്ടിയും അവളുടെ ചേട്ടനെ കാണുകയാണ്. അവൾ ജിയാങ്ങിനെ കള്ളം പറഞ്ഞിട്ടാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞതും അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നാണയം തൻ്റെ കൈവശമുണ്ട്. അവൾ അവനോട് പറയുന്നു. അപ്പോഴാണ് അവൻ സിനിമയ്ക്ക് പോകാൻ സമ്മതിച്ചത്. അവൾക്ക് അധികം നേരം പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞില്ല. ഭാവിയിൽ നാണയത്തിലൂടെ തൻ്റെ പണം തൻ്റെ കൈവശം സൂക്ഷിക്കുമെന്ന് അവൾ പറയുമ്പോൾ ഇതെല്ലാം സോങ്ങും സൂസിയും കേൾക്കുകയും പെട്ടെന്ന് അവരുടെ മുന്നിൽപ്പെട്ട്. പക്ഷെ ജിയാങ് പെട്ടെന്നെത്തി അവരെ തടഞ്ഞു നിർത്തി. നിന്നിൽ നിന്ന് ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി അങ്ങനെ എന്നോട് കള്ളം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും പോലും ചെയ്യരുത്. അവൻ സൂസിയെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ സൂസി അവനോട് ചോദിച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ള നാണയം കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കണോ? അപ്പോൾ അവൻ പറയുന്നത് അങ്ങനെയെങ്കിലാകട്ടെ, എന്തായാലും ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എനിക്ക് ആ നാണയം ഇതുവരെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇവിടെ സോങ് വീട്ടിലേക്ക് മടങ്ങാൻ സമയത്ത് സൂയി കൂട്ടിയായിരിക്കും കൂടെ പോവുക. വീട്ടിലെത്തുമ്പോൾ അവളുടെ മാർക്ക് കുറഞ്ഞതിനാൽ അവളുടെ അച്ഛൻ വടിയുമായിട്ടായിരിക്കും അവൾ അടിക്കുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന സൂസിക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത്. അവർ മുടക്കിയ വെടിക്കെട്ടുമായി പോലീസ് അവളെ അന്വേഷിച്ച് വീട്ടിൽ വന്നായിരുന്നെന്നും അമ്മയൊന്നും നന്നാക്കാൻ അവൾ അവളുടെ മുത്തശ്ശന് അമ്മ അടിക്കാനായി ഒരു വലിയ വടിയെ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം അമ്മയൊന്ന് നന്നാക്കാൻ അമ്മയെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അടുത്ത പരീക്ഷയിൽ അവൾക്ക് നല്ല മാർക്ക് വാങ്ങണമെന്നും അവളുടെ അമ്മയും അച്ഛനും വാഗ്ദാനം ചെയ്തു. ശേഷം സൂസി രജിസ്റ്റർ ഫീസിന് അവൾക്ക് അടയ്ക്കാനായി ഒരു ക്ലീനിങ് കമ്പനിയിൽ പാർട്ട് ടൈം ജോലിക്കായി കയറുന്നു. സോങ്ങിന് വെടിക്കെട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്രമാത്രം ആഗ്രഹമുണ്ടെന്ന് അവൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് അവൾ ഇത്രയധികം പരിശ്രമിക്കുന്നത്. പിന്നെ ജിയാങ് ഈ റെസ്റ്റോറൻറ്റിൽ അത്താഴത്തിനായി വരുന്നു. സൂസിയെ കൂട്ടി ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. അപ്പോൾ സൂസി തൻ്റെ അമ്മയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നു. അമ്മയുടെ ജീവിതം തൻ്റെ ജീവിതം പോലെയാകാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെന്ന്. അടുത്ത ദിവസം ക്ലാസ്സിലെത്തുമ്പോൾ സോങ് ഇവിടെ പഠിക്കുന്നതിന് പകരം വെടിക്കെട്ട് ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ സൂസിക്ക് ഇത് കാണുമ്പോൾ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. സ്കൂൾ വിട്ടതിന് ശേഷം അവൾ അവളോട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സോങ് ദേഷ്യപ്പെടുകയും അലറുകയും പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എൻ്റെ സ്വപ്നം, എനിക്ക് വളരെ പ്രധാനമാണ്. എന്നാൽ സൂസി എത്രയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സോങ് പഠനം മാത്രമാണോ പ്രധാനം, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കുടുംബം അതല്ലേ ഏറ്റവും, എനിക്ക് ജീവിതം അത്രയും മതി എന്ന് പറഞ്ഞ് സോങ് പറയുന്നു. സൂസി പറയുന്നത് അത് പ്രധാനമല്ല. സൂസിയുടെ സംസാരത്തിൽ സോങ് സൂസി തന്നെ ഒരു സുഹൃത്തായിട്ട് പോലും കണക്കാക്കാത്തതിനാൽ ദേഷ്യപ്പെട്ട് അവളോടൊന്ന് പോയി.
പിറ്റേന്ന് സോങ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ സൂയി അവിടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിച്ചു, ഇന്ന് നിനക്ക് എന്താണ് പറ്റിയെന്ന്. അവർ തമ്മിലുള്ള തർക്കം എങ്ങനെ സംഭവിച്ചെന്നും ഇപ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ചും എല്ലാം സൂയിയോട് തുറന്നു പറഞ്ഞു. ഒരു ദിവസം മുഴുവൻ തന്നെ പഠിക്കാനുള്ള ഷെഡ്യൂൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഷെഡ്യൂൾ നോക്കിയിട്ടും അവൾക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ സൂയി പറയുന്നുണ്ട്, സോങ്ങിൻ്റെ പഠനത്തിൻ്റെ ഉത്തരവാദിത്തം അവൾ ഏറ്റെടുത്തതായിട്ടിരിക്കുകയാണ്. ഇതിന് പുറമെ അവൾ അധികം പാർട്ട് ടൈം ജോലികളും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ ഫീസ് അടയ്ക്കാനായി അവൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നായി ഞാൻ കേട്ടു. പിന്നെ നിനക്ക് ഒരു വെടിക്കെട്ട് മത്സരത്തിൽ പങ്കെടുക്കണമല്ലോ. പക്ഷെ നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങൾ അനുവദിക്കില്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ സൂസി തന്നെക്കുറിച്ച് എത്രമാത്രം ചിന്തിക്കുന്നുണ്ടെന്ന് സോങ്ങിന് മനസ്സിലാവുകയും വേഗം അവളെ കാണാനായി ഓടി. ഇവിടെ സൂസി സ്കൂളുകാരന് പാർട്ട് ടൈം ജോലി റെസ്റ്റോറൻറ്റിൽ തിരിച്ചെത്തി ഒരു ഡ്രിങ്ക് കുടിക്കാനായി വരുമ്പോൾ ഒരാൾ അവളെ ശല്യപ്പെടുത്തുന്നു. സൂസി അയാളുമായി വഴക്കുണ്ടാക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ജിയാങ് എത്തി അയാൾക്ക് നല്ലത് കൊടുത്ത് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പോകും വഴിയിൽ അവൾക്ക് നല്ല വിഷമമാണ്. എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് ഒരിക്കലും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് കരയാൻ തുടങ്ങി. ഇവിടെ സോങ് സൂസിയെ തേടി വരുമ്പോൾ ഷാ എന്ന പെൺകുട്ടി സൂസിയുള്ള ദേഷ്യത്തിൽ അവളെയും കിട്ടാൻ വേണ്ടി ഷാ സോങ്ങിനെ ഒരിടത്ത് പൂട്ടിയിട്ടിട്ട് പോയി. സോങ് ഒരുപാട് നിലവിളിച്ചെങ്കിലും ആരും എത്തിയില്ല. അവസാനം സൂയായിരിക്കും എത്തുക. പിന്നെ സോങ്ങും സൂസി ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. അവർ രണ്ടുപേരും ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ ഭാഗത്താണ് തെറ്റ്, നീ പറഞ്ഞതാണ് ശരി, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഞാൻ പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്യും എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ സൂസിക്ക് അതേ സന്തോഷമായി. അന്നേരം നോക്കിയൊരു പയ്യൻ സോങ്ങിനെ വെടിക്കെട്ട് മത്സരത്തെക്കുറിച്ച് ചിത്രങ്ങൾ സമ്മാനിക്കുകയാണ്. അതും നോട്ട് ചെയ്ത സൂസി കാണുമ്പോൾ അന്ന് തൻ്റെ അച്ഛൻ തന്ന ചിത്രങ്ങളുമായി ഭയങ്കര സാമ്യം. ഒരു പക്ഷേ അവനാകുമ്പോൾ അവിടെ അച്ഛനായിരിക്കും എന്ന് കരുതി അവനെ മാറ്റി നിർത്തി സോങ്ങിൽ നിന്ന് മാറി നിൽക്കാനായി മുന്നറിയിപ്പ് നൽകി. പിറ്റേന്ന് സൂസിയും സോങ്ങും സ്കൂളിലെത്തുമ്പോൾ സൂയുടെ അച്ഛൻ സൂയെ ചീത്ത പറയുകയാണ്. ഇത്രയും വലിയ ഒരു മത്സരം നഷ്ടപ്പെടുത്തിയതിന് ഫെയർ വർക്കുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ ഇന്നലെ സൂയിക്ക് വന്നിരുന്നു. വിദേശത്തേക്ക് പോകാനുള്ള ഒരു പ്രധാന അവസരം കൂടിയായിരുന്നു അത് കേട്ട സോങ് ഇത് അവൻ്റെ തെറ്റല്ല എന്നും അന്ന് എന്നെ ആര് തട്ടിക്കൊണ്ടുപോയി എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, ഇക്കാരണത്താലാണ് അവന് നഷ്ടമായതെന്ന് പറഞ്ഞ് വ്യക്തമാക്കി. അത് കേട്ട അവൻ്റെ അച്ഛൻ അവൾ ചീത്ത പറയുമ്പോൾ സൂയി അച്ഛനോട് ദേഷ്യപ്പെട്ട് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് പറഞ്ഞ് അവിടെ കൈ പിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പിന്നെ അവരെല്ലാവരും വെടിക്കെട്ട് മത്സരം ആരംഭിക്കാനായി തയ്യാറായിട്ട് ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ സൂസിയും ജിയാങ്ങും വന്നൊരുമിച്ച് സംസാരിക്കുകയാണ്. അവർ പരസ്പരം ഓരോ വെടിക്കെട്ടുമായി സംസാരിക്കുമ്പോൾ ജിയാങ് ഗാറ്റ്ലിൻ തോക്കുകളെക്കുറിച്ച് അറിയുമോ, ഇത് എൻ്റെ നാട്ടിൽ മാത്രമേ കാണൂ, ചൈനീസ് പുതുവത്സരാഘോഷ വേളയിൽ അവ പെട്ടികളാക്കി സൂക്ഷിക്കും എന്ന് കേൾക്കുമ്പോൾ ജിയാങ്ങും ടൈം ട്രാവൽ ചെയ്തു വന്നതാണെന്ന് സൂസി മനസ്സിലാക്കുന്നു. തങ്ങൾ രണ്ടുപേരും ടൈം ട്രാവലിലൂടെ എത്തിയതാണെന്ന് ഇരുവരും അറിയുകയും എന്നിട്ട് അവരുടെ കഴുത്തിലെ കോയിൻ കാണിച്ചുണ്ടായ സംഭവം പറഞ്ഞു. രണ്ടുപേരുമാകെ ഞെട്ടിപ്പോയി. ജിയാങ് പറയുന്നത്, അപ്പോൾ സോങ് നിന്റെ അമ്മയാണല്ലേ, അപ്പോൾ ആരാണ് നിന്റെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ അന്ന് കണ്ട പയ്യനാന്ന് പറയുന്നു. നിനക്ക് പ്രാന്താണോ? സോങ്ങും സൂയും രണ്ടുപേരും ഇപ്പോൾ ഡേറ്റിങ്ങിലാണ്. ഇത് തുടർന്നാൽ നിങ്ങളുടെ കാര്യം എന്താകും, നീ എങ്ങനെ ജനിക്കും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സൂസി അവനെ തടഞ്ഞു നിർത്തി, എൻ്റെ അമ്മയുടെ ജീവിതം പഴയതുപോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അമ്മയുടെ ജീവിതം നന്നായി പോകാനാണ് ഞാനിവിടെ വന്നത്, അതുകൊണ്ട് അവനേക്കാൾ മികച്ച ഒരാളെ അമ്മ കണ്ടെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. ഇവിടെ സോങ്ങും സൂസിയും കൂടി സംസാരിക്കുമ്പോൾ സൂസി അതെല്ലാം ഹാപ്പിയായി ഒളിഞ്ഞിരുന്ന് കാണുകയുണ്ടായി. അമ്മയുടെ ഹാപ്പി ലൈഫ് ഉണ്ടാകാൻ വേണ്ടി ആണല്ലോ സൂസി ശ്രമിക്കുന്നത്. പെട്ടെന്ന് അവൾ വീഴുന്ന സൗണ്ട് കേൾക്കുകയും സൂയായിരിക്കും അവളെ രക്ഷിക്കുക. അപ്പോൾ രക്ഷിക്കുന്നിടയിൽ സൂയുടെ കൈ മുറിയുന്നു. അപ്പോഴേക്കും അവളുടെ അച്ഛൻ കയ്യിലുണ്ടായ പാട് വന്നത് അവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ സൂയാണ് അവളുടെ അച്ഛനെന്ന് ഓർക്കുന്നു. പിന്നെ അവൾ ഒരുപാട് കുടിച്ച് പിച്ചുമ്പയും പറയുകയാണ്, അവൻ നല്ലൊരു അച്ഛനല്ല, ദയവായി അമ്മേ അവനെ വിട്ടു പോകൂ, അവനൊരു ദിവസം നമ്മളെ വിട്ടു പോകും. സോങ്ങിനും സൂയിക്കുമൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ജിയാങ് അവളെ തൂക്കിക്കൊണ്ടുപോയി. ശേഷം സൂസി കണ്ണു തുറക്കുമ്പോൾ തൊട്ടടുത്ത് സോങ്ങും കാണും. സോങ്ങിനോട് ആര് തിരഞ്ഞെടുത്താലും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറയുന്നു. അവളുടെ അമ്മയ്ക്ക് ഏറ്റവും മികച്ച ജീവിതം ഉറപ്പാക്കാൻ മാത്രമാണ് അവൾക്ക് ശ്രമിക്കാൻ കഴിയൂ. പിന്നീട് അവളുടെ കഴുത്തിൽ തൊട്ടപ്പോൾ മാല കാണുന്നില്ല. അവസാനം തൻ്റെ അടുത്തുണ്ടായത് ജിയാങ് അല്ലേ. അവൻ തേടി പോകുമ്പോൾ അവനെ കാണാത്തോണ്ട് അവൻ ഫ്യൂച്ചറിലേക്ക് പോയി കാണുമെന്ന് കരുതി. പക്ഷെ ജിയാങ് പോയിട്ടില്ല. അവനും കോയിനില്ലാതെ പോകാൻ പറ്റില്ല. 8 വയസ്സുള്ളപ്പോൾ ഞാനൊരു വെടിക്കെട്ട് കാണാൻ പോയതാണ്. പെട്ടെന്നൊരു സ്ഫോടനമുണ്ടായി. എയർ ഹൗസിൽ കുടുങ്ങി. ഒരു അമ്മാവനാണ് എന്നെ രക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായതാണ് ആ കോയിൻ. 1990 തിരികെ പോകാൻ ഞാൻ ആ നാണയം ഉപയോഗിച്ചേ പറ്റൂ. എന്നാൽ ജിയാങ് പറഞ്ഞ വർഷത്തിൽ വെടിക്കെട്ട് മത്സരത്തിലെ ചാമ്പ്യന് 2 സ്വർണ്ണ മെഡൽ നാണയങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ. ഒന്ന് അവളുടെ അമ്മയ്ക്കും മറ്റൊന്ന് അവളുടെ അച്ഛനാണെന്ന് മനസ്സിലാവുകയും അപ്പോൾ നിന്നെ രക്ഷിച്ചത് അമ്മാവനല്ല അവളുടെ അച്ഛനാണെന്ന് പറയുന്നു. 2 പേരും ഷോക്കായി. 2 നാണയം കിട്ടൽ മാത്രമാണ് പോകാൻ പറ്റൂ.
തുടർന്ന് ഇവിടെ വെടിക്കെട്ട് മത്സരം ആരംഭിക്കുകയാണ്. വിജയിക്കുന്നത് അവളുടെ അമ്മയും അച്ഛനാകും. ശേഷം സൂസി സോങ്ങിനോട് യാത്ര പറയേണ്ട സമയമായപ്പോൾ യാത്ര പറഞ്ഞു. ശേഷം സൂസിയെ ഒരാൾ തട്ടിക്കൊണ്ടു പോവുകയാണ്. അവളെ കൊല്ലാനായി പോയതും കറക്റ്റ് ടൈമിൽ ജിയാങ്ങും സോങ്ങും സോയും അവിടെ ഇടപെടുകയും അയാൾ ആ ഗോഡൌണിൽ തീ കൊളുത്തി. സൂയി സോങ്ങിനെ കൂടി വേഗം പോയി. പക്ഷേ സൂയും കോയിനും നഷ്ടമായതുകൊണ്ട് തന്നെ രണ്ടുപേരും ആ ഒരു തീയിൽ കുടുങ്ങുകയാണ്. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അമ്മയും അച്ഛനും അവരുടെ മത്സരത്തിൽ വെച്ച് എടുത്ത ഫോട്ടോ വരെ കാണുന്നു. പക്ഷെ ജിയാങ് അവിടെയും ഉണ്ടാവില്ല. അവനും കൂടെയില്ലാത്തതിനാൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. ശേഷം അവൾ കമ്പിത്തിരി കത്തിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ ജിയാങ് കൂടി അവൾക്ക് മുന്നിൽ എത്തുകയാണ്. അങ്ങനെ അവസാനമാണ് കാണിക്കുന്നത് അവളുടെ അമ്മയായ സോങ് സൂയാണ് അവസാനം വിവാഹം കഴിക്കുന്നത്.